ധ്യാനം ചെയ്യാൻ പഠിപ്പിച്ചു തരാമോ നാഗാദേവി? താനിപ്പോൾ തന്നെ ധ്യാനം ചെയ്യും. ഞാൻ ഈ ഇരുന്ന് പറയുന്ന മൊത്തം ധ്യാനമാണ്. ജ്ഞാനവും ധ്യാനവും ധ്യാനവും ജ്ഞാനവുമാണ് കേട്ടോ. നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ ആരുടെ വക നമ്മൾ ഓസിന് വാങ്ങിക്കുകയും ചെയ്യും. എന്ത് ചെയ്യണം? ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ തന്നെ, വെറുതെ തന്നാൽ തന്നെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിൻ്റെ നല്ലൊരു അംശം അവർക്ക് കൊടുക്കാനുള്ള പുത്തൻ ചിന്തകൾ, പുതിയ അറിവുകൾ, വിജ്ഞാനം നമ്മളിലേക്ക് ഉണരണം. അതിനാണ് ധ്യാനത്തിലേർപ്പെടാൻ പറയുന്നത്. ധ്യാനത്തിലേക്ക് ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ കഴിവുകേട് നിങ്ങൾക്ക് മനസ്സിലാവും, അഹങ്കാരം പോകും. ധ്യാനത്തിലേക്ക് ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ കഴിവുകേട് എന്തൊക്കെയായിരുന്നു, ഞാൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വെറുതെ ഓസിനെല്ലാം മൂഞ്ചിയിട്ടുണ്ട് എന്നൊക്കെ തോന്നും. വെറുതെ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, വെറുതെ ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നെല്ലാം ചിന്തകൾ നിങ്ങളിലേക്ക് വരും. അതോടുകൂടി നിങ്ങളുടെ കഴിവുകേട് നിങ്ങൾ സ്വയം മനസ്സിലാക്കും. മനസ്സിലായോ? നിങ്ങൾ അഹങ്കാരത്തിന്റെ ലോകത്തായിരുന്നു ഇതുവരെയെന്ന് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ കൂട്ടുകാരും കൂടി പോകുമ്പോഴേ കൂട്ടുകാരെ കൊണ്ട് പൈസ കൊടുപ്പിച്ചതും കൂട്ടുകാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും എല്ലാം നിങ്ങൾ ഓരോന്നും മെല്ലെ ഇരുന്ന് എണ്ണി എണ്ണി ഓർക്കും. പക്ഷെ എനിക്കങ്ങനെ ഓർക്കേണ്ട ഗതികേട് വരുന്നില്ല. കാരണം എന്താണെന്നറിയോ, ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തേക്കൂടെ ഞാനത് അവർക്ക് വളരെ ശരിയാണ്, മറുഭാഗത്തേക്കൂടെ ഞാൻ അവർക്ക് കൊടുക്കും. എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ തിരിച്ച് സഹായിച്ചിരിക്കും, എനിക്ക് പറ്റുവാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറയും, എൻ്റെ കുഞ്ഞ് എനിക്ക് പറ്റില്ല, മറ്റാരെങ്കിലും നോക്കാൻ ഞാൻ പറയും. നിങ്ങൾ ഇനി എന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ അന്തം വിടുവിടും. നിങ്ങൾ ബ്രില്യൻ്റ് ആണെന്ന് പറയും. അതുപോലൊരു ആത്മാഭിമാനിയായ ഒരു നാഗ എന്ന് നിങ്ങൾ പറയും. ഗുരു നാഗ സൈരന്ദ്രി ദേവി. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, വിഡ്ഢിയല്ല, അവർ മന്ദബുദ്ധിയല്ല. നാഗ കറക്റ്റ് എന്ന് പറയുന്നത് അവർ വിഡ്ഢിയല്ല, മന്ദബുദ്ധിയല്ല, നമ്മൾ കരുതുന്ന മാതിരി ഒന്നുമല്ല നാഗാദേവി എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയും. കാരണം ധ്യാനത്തിലേക്ക് ഏർപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ ശരീരം പൂവ് പോലാവും, കഴിവ് കിട്ടുന്നതുപോലാവും, ആത്മാവും ഒക്കെ നിങ്ങളിൽ നിന്നും വേർപെട്ടു പോകും. നിങ്ങൾ തളർന്നു വീഴും. എന്നാൽ അത് ജ്ഞാനം കൂടുമ്പോഴാണ്. ആ ജ്ഞാനം നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ തലയിലും മനസ്സിനും താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ തളർച്ച ഉണ്ടാകുന്നത്. ശരി മോനെ. അപ്പോഴേ അത് ജ്ഞാനം. ധ്യാനം എന്ന് പറയുമ്പോൾ ചിലർക്ക് തളർച്ച ഉണ്ടാകും, ചിലർക്ക് പോസിറ്റീവ് ഉണ്ടാകും. പലർക്കും പല രീതിയിലാണത്. ചിലരുടെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും, തലവേദന മാറിക്കിട്ടും. ഒരിടത്ത് തന്നെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നുണ്ട്, മൗനമായിട്ടിരുന്ന് അവിടെ ഇരുന്ന് ചിലരങ്ങ് ഉറങ്ങും. ചിലർക്ക് സുഖമാണ്, ശരീരത്തിന് സുഖം കിട്ടും, ചിലർക്ക് മനസ്സിന് സുഖം കിട്ടും. അപ്പോൾ പലർക്കും ധ്യാനത്തിലൂടെ പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ധ്യാനവും ഒരുപോലെ എത്തുന്നവരിലെ അത് വേറെ രീതിയിലൊക്കെ അങ്ങ് പോകും. ചിലപ്പോൾ ഭ്രാന്തായിട്ടൊക്കെ പോകും. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഭ്രാന്ത് തന്നെ, കുഞ്ഞല്ല, ഒരു വലിയ ഭ്രാന്ത് തന്നെ. അതിനാണ് പറഞ്ഞത് കുറേ നേരം മൗനമായിട്ടിരിക്കണം, സംസാരം വിട്ടിട്ട്
മൗനമായിട്ട് ഇരുന്ന് തുറന്ന് സംസാരിക്കണം. വെളിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാം? വെളിയിൽ കിടന്ന് ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടുള്ളവരെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് മൗനമായിട്ട് കുറേ നേരം ഇരുന്നിട്ട് അപ്പോഴേ നിങ്ങളുടെ പേര് വിളിക്കുന്നത് പോലെ തോന്നും. നിങ്ങളുടെ എന്ത് പേരാണോ ആ പേര് ആരോ വിളിക്കും പോലെ തോന്നും. നിങ്ങൾക്ക് തോന്നലുണ്ടാകും അത് മറ്റാരുമല്ല വിളിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾ അവിടെ ഉണരുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിത്വം നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു പേര്. ഈ ധ്യാനത്തിലേക്ക് ഏർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിട്ട് ധ്യാന മാർഗത്തിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ട്